നമസ്കാരം. തക്കം കിട്ടുമ്പോൾ തിരിച്ചടിക്കാൻ ഇസ്രായേൽ കാത്തിരിക്കുകയായിരുന്നു. ആ കാത്തിരിപ്പിനൊടുവിൽ അവർ അത് നടപ്പിലാക്കിയതാവട്ടെ ഇറാന്റെ ആണവ നഗരത്തിലും. മിസൈലുകളും ഡ്രോണുകളും അയച്ചത് ഇസ്ഫഹാനിലേക്കാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവച്ചിരുന്നു. ഇസ്ഫഹാൻ പ്രവിശ്യ ഇറാനെ സംബന്ധിച്ചോളം അതിനിർണായകമായ അല്ലെങ്കിൽ വളരെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇവിടം. നദാൻസ് ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണ് എന്ന് ഇറാൻ പറയുന്നുണ്ട് എങ്കിൽ പോലും യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെ നടക്കുന്ന നദാൻസിനെ ഇസ്രായേൽ ഒന്ന് ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്താണ് ഈ വിവാദമായ യുറേനിയം സമ്പുഷ്ടീകരണം എന്ന് നോക്കേണ്ടതുണ്ട്. 2015 ഇറാനുമായി ഒപ്പിട്ട ആണവോർജ കരാറിൽ നിന്നും US പിൻവലിഞ്ഞത് മുതൽ ഇറാൻ നടത്തുന്ന യുറേനിയം സമ്പുഷ്ടീകരണം ആണവായുധ നിർമ്മാണത്തിനാണ് എന്നുള്ള ആശങ്ക മേഖലയിൽ വളരെ ശക്തമായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് തന്നെ. US-നെയും ഇറാനെയും കരാറിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ചർച്ചകളൊക്കെ ലോകരാജ്യങ്ങൾ മുൻകൈയെടുത്ത് നടത്തിയിരുന്നു എങ്കിൽ പോലും ഇതൊന്നും തന്നെ വിജയം കണ്ടിരുന്നില്ല. നിലവിൽ ഈ കരാർ ഒരു തുരുമ്പിച്ച അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. 2015 കരാറിലെ പല നിയന്ത്രണങ്ങളും ആ കാലത്ത് തന്നെ ഇറാൻ ലംഘിച്ചിരുന്നുവെങ്കിൽ പോലും രാജ്യാന്തര ആണവോർജ ഏജൻസിയുമായി ഇപ്പോഴും അവർ വളരെ നല്ല ബന്ധം തന്നെ പുലർത്തുന്നുണ്ട്, അല്ലെങ്കിൽ സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ നിരീക്ഷകരെ പ്ലാന്റിലേക്ക് പരിശോധനയ്ക്കായി അയക്കാൻ ഉൾപ്പെടെ ഇറാൻ അനുമതി നൽകാറുണ്ട്, അവരെയൊക്കെ കടത്തിവിടാറുമുണ്ട്. കരാർ അനുസരിച്ച് ഇറാന് 202.8 കിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം മാത്രമേ ശേഖരിച്ച് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. കരാറിന് മുൻപ് 8-ലധികം മാത്രം ടൺ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ അത് 202 എന്നുള്ള നിലയിലേക്ക് ഉയർന്നത്. ഈ നിയന്ത്രണവും 2019 ഇറാൻ ലംഘിച്ചിരുന്നു എന്ന് ലോകരാജ്യങ്ങൾ പിന്നീട് കണ്ടെത്തി. നവംബറിലെ രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2442.2 കിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ഇറാന്റെ കൈവശമുള്ളത്. ഈ യുറേനിയം സമ്പുഷ്ടീകരണം 20% എന്നുള്ള ഇറാന്റെ പ്രഖ്യാപനം വന്നത് ഏകദേശം 2 വർഷം മുൻപ് മാത്രമായിരുന്നു. ഇത് മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ പാടെ തച്ചുടച്ച് കളയും എന്നുള്ള വലിയ ഭീതി ലോകരാജ്യങ്ങൾക്കുണ്ട് താനും. 15 വർഷം മുൻപ് യുറേനിയം സമ്പുഷ്ടീകരണം നിരോധിച്ച ഫോർഡോ ഭൂഗർഭ ആണവ നിലയത്തിലാണ് പുതുതായി യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ ആരംഭിച്ചത്. ഇറാന്റെ നീക്കത്തെ എതിർത്തുകൊണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ബാലിസ്റ്റിക് മിസൈലുകളിൽ ഘടിപ്പിക്കാൻ ശേഷിയുള്ള അണ്വായുധമായിരിക്കും ഇറാൻ ആദ്യം നിർമ്മിക്കുകയെന്നും ഈ നീക്കത്തിന് ആവശ്യമായ സാമഗ്രികൾ ശേഖരിച്ചു വെക്കാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട് എന്നുകൂടി നിരീക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നു. എന്തായാലും ആണവ മേഖലയിലെ പ്രവർത്തനങ്ങൾ യുദ്ധ ആവശ്യത്തിനല്ല എന്നും ഇത് തങ്ങളുടെ ആഭ്യന്തര ആവശ്യത്തിന് അല്ലെങ്കിൽ സിവിലിയൻ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നുമൊക്കെ ഇറാൻ പലതവണ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും ഈ ഒരു ആശങ്കയുടെ, ഈ ലോകരാജ്യങ്ങൾക്കുള്ള ഭീതിയുടെ കാർമേഘം ഇതുവരെയും ഒഴിഞ്ഞിട്ടില്ല.